അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ പാഠം 9 നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. പാഠം 9 സലാം പറയൽ. നാം ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിച്ചു സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കേട്ടയാൾ വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് മറുപടി പറയണം. സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും തിരിച്ചു വരുമ്പോഴും നാം സലാം പറയണം. ചെറിയവർ വലിയവരോട് സലാം പറയണം. നടന്നു വരുന്നയാൾ ഇരിക്കുന്നയാളോട് സലാം പറയണം. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് സലാം പറയൽ. അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നാം മറക്കാതെ സലാം പറയണം, മടിക്കാതെ അത് ശീലിക്കണം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഇതിലെ ഒന്നാമത്തേത് വായിക്കാം തിരുത്താം. അതിൽ ഒന്നാമത്തേത് മുതിർന്നവർ ചെറിയവരോടാണ് സലാം പറയേണ്ടത്. അത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ? ചെറിയവർ മുതിർന്നവരോടാണ് സലാം പറയേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. അതിൻ്റെ ശരിയായ രൂപം ചെറിയവർ മുതിർന്നവരോടാണ് സലാം പറയേണ്ടത്. ഇനി രണ്ടാമത്തേത് വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളയാൾ സലാം പറയണം. അത് തെറ്റാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ കയറുന്നയാളാണ് സലാം പറയേണ്ടത്. വീട്ടിലേക്ക് കയറുമ്പോൾ കയറുന്നയാളാണ് സലാം പറയേണ്ടത്. ഇനി രണ്ടാമത്തേത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കേട്ട വിവിധ അഭിവാദന രീതികളെക്കുറിച്ച് ഉസ്താദിനോട് പറയൂ. ഇനി മൂന്നാമത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു ശീലിക്കൂ. ചെയ്തു ശീലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയൽ. മദ്രസയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോട് സലാം പറയൽ. ഇനി നാലാമത്തേത് വായിച്ചു എഴുതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എഴുതേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയുമാണ് 2ാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ പാഠം 9